സിറിയയിലെ രാഷ്ട്രീയ മാറ്റത്തെ സ്വാഗതം ചെയ്ത് നാറ്റോയും രംഗത്ത് വന്നതോടെ ലോകരാജ്യങ്ങൾ പുതിയ സർക്കാരിനെ അംഗീകരിക്കാനുള്ള സാധ്യത വർദ്ധിച്ചു. സുതാര്യവും സമാധാനപരവുമായ ഭരണമാറ്റമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പുതിയ സർക്കാരിൽ എല്ലാ വിഭാഗം രാഷ്ട്രീയ കക്ഷികൾക്കും പ്രാതിനിധ്യം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമെന്ന് നാറ്റോ മേധാവി മാർക്ക് റൂട്ട് പറഞ്ഞു. സിറിയയുടെ ഇന്നത്തെ അവസ്ഥയ്ക്ക് ഇറാനും റഷ്യയ്ക്കും പങ്കുണ്ടെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. അതേസമയം ഭരണമാറ്റത്തിൽ ഇന്ത്യയും പ്രത്യാശ പ്രകടിപ്പിച്ചു. സിറിയയിലെ രാഷ്ട്രീയ മാറ്റം സമാധാനപരവും എല്ലാവരും ഉൾക്കൊള്ളുന്നതുമാകണമെന്ന് ഇന്ത്യ വ്യക്തമാക്കി. ആ രാജ്യത്ത് സ്ഥിരതയുള്ള സംവിധാനത്തിനാകണം മാറ്റങ്ങളെന്നും വിദേശകാര്യ മന്ത്രാലയം അഭിപ്രായപ്പെട്ടു. സിറിയയിലെ സംഭവ വികാസങ്ങൾ നിരീക്ഷിച്ചു വരികയാണ്. ദമാസ്കസിലെ ഇന്ത്യൻ എംബസി അവിടെയുള്ള ഇന്ത്യൻ സമൂഹത്തിന്റെ സുരക്ഷയ്ക്കായി അവരുമായി ബന്ധപ്പെടുന്നുണ്ടെന്നും മന്ത്രാലയം തുടർന്നു. അതേസമയം സിറിയയിലെ സംഭവ വികാസങ്ങൾ ശ്രദ്ധയോടെ വീക്ഷിക്കുന്നതായി അറബ് രാജ്യങ്ങളും വ്യക്തമാക്കി. മിക്ക രാജ്യങ്ങളും ഇപ്പോഴത്തെ നീക്കത്തെ സ്വാഗതം ചെയ്തു. ജനങ്ങളുടെ സുരക്ഷയ്ക്കും സ്ഥിരതയ്ക്കും രാഷ്ട്രങ്ങൾ പിന്തുണ വാഗ്ദാനം ചെയ്തു. അതേസമയം സിറിയൻ അതിർത്തിയിലെ ബഫർ സോണിലെ ഇസ്രായേൽ ഇടപെടലിനെ ഖത്തർ അപലപിച്ചു. സിറിയയിൽ ഐക്യവും സഹവർത്തിത്വവും നിലനിർത്താനാണ് സൗദി ആഹ്വാനം ചെയ്തത്. ദേശീയ സ്ഥാപനങ്ങളും സംവിധാനങ്ങളും തകർക്കപ്പെടാതിരിക്കാനും രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കാനും സ്വീകരിച്ച സമീപനങ്ങളിൽ സൗദി സംതൃപ്തി രേഖപ്പെടുത്തി. സിറിയൻ ജനതയ്ക്ക് എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്യുന്നതിനൊപ്പം രാജ്യം ഭിന്നിപ്പിലേക്കും അനിശ്ചിതത്വങ്ങളിലേക്കും നീങ്ങാതിരിക്കാനും സൗദി മുൻകരുതൽ സ്വീകരിക്കുന്നു.